എറണാകുളം ജില്ലയിൽ കാക്കനാട് തേവക്കൽ ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ആർക്കിടെക്ചറൽ വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 600 മീറ്റർ മാറി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 6.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 3250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം കൂടാതെ സ്റ്റഡി റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും എയർപോർട്ട് സീപോർട്ട് റോഡിലേക്ക് 4 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് വരുന്ന ദൂരം 7 കിലോമീറ്ററുമാണ്. ഗംഭീര ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ തന്നെയാണ് വീടിന് എലവേഷനിൽ കൊടുത്തിരിക്കുന്നത്. വീതിയുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. റിമോട്ട് കൺട്രോളിംഗ് ഓട്ടോമേഷൻ നൽകിയിരിക്കുന്ന ഒരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ നടന്നു കയറാൻ ഭാഗത്തിന് ഒരു ചെറിയ ഗേറ്റും ഈ വീടിന്റെ മുന്നിലായി നൽകിയിട്ടുണ്ട്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വിശാലമായ മുറ്റത്തേക്കാണ്. 2 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന ഒരു പാർക്കിംഗ് സ്പേസ് ആണ് ഈ വീടിന്റെ മുന്നിലായി നൽകിയിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ടിൽ നിറയെ ഗാർഡൻ വർക്കുകൾ നമുക്ക് കാണാം. വിലയേറിയ നല്ല മനോഹരമായ ചെടികൾ തന്നെയാണ് മുറ്റത്ത് മുഴുവനായി നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. ഈ വീടിന്റെ റൈറ്റ് സൈഡിലായി നമുക്ക് ഒരു കിണർ നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. നാച്ചുറൽ കോബിൾ സ്റ്റോൺസ് ആണ് വീടിന്റെ മുറ്റത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് മുൻവശത്ത് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറിൽ കൊടുത്തിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് വരുന്ന ഇലക്ട്രോണിക് ലോക്കുകളാണ്. വിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ് ആദ്യം നമ്മൾ കടന്നു ചെല്ലുന്നത്. വുഡൻ സീലിംഗ് വർക്കുകളും പ്ലെയിൻ സീലിംഗ് വർക്കും മിക്സ് ചെയ്ത് മനോഹരമാക്കി തന്നെ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഗംഭീരമാക്കി തന്നെയാണ് TV യൂണിറ്റും നിർമ്മിച്ചിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. വീടിന്റെ ഉൾവശത്ത് പല ഭാഗങ്ങളിലായി ഇൻഡോർ പ്ലാന്റ്സ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഡൈനിങ് ഏരിയ മുഴുവനായി തന്നെ വുഡൻ സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ എതിർവശത്തായി ഒതുങ്ങിമാറി തന്നെ ഒരു പ്രീമിയം ലെവലിൽ തന്നെയാണ് ഈ വീടിന്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ തൊട്ട് ചേർന്ന് ഒരു വാട്ടർ ഫൗണ്ടനും ഫിഷ് പോണ്ടും നൽകിയിരിക്കുന്നത് ഇവിടെ കാണാം. കോർട്ട്യാർഡ് സ്പേസിലേക്ക് നാച്ചുറലായി തന്നെ റെയിൻഫോൾ ലഭിക്കുന്നതാണ്. മുഴുവനായി ഇവിടെ ഗാർഡൻ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. മനോഹരമായ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്താണ് കിച്ചന്റെ എൻട്രൻസ് നൽകിയിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് കിച്ചൺ കബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ഒത്തിരി കബോർഡ് വർക്കുകൾ നമുക്കിവിടെ കാണാം. C ഷേപ്പിൽ വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും അതിനോട് ചുറ്റുമായി വലിയൊരു കബോർഡ് വർക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ബിൽഡർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മെയിൻ കിച്ചൺ പോലെ തന്നെ ക്വാളിറ്റിയും ഭംഗിയും ഒട്ടും കുറക്കാതെ തന്നെയാണ് വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ പുറത്തുവശത്തും നമുക്ക് ഗാർഡൻ വർക്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. വർക്ക് ഏരിയയ്ക്ക് പുറമെയായി ഇവിടെ ഒരു സർവന്റ് ടോയ്ലറ്റും ബിൽഡർ പ്രത്യേകം നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ബിൽഡർ ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായി തന്നെ ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കട്ടിലിടുന്ന ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ടിലായി വരുന്ന ഒരു വർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബേ വിൻഡോ നൽകി ഒരു വാളിൽ മുഴുവനായി ഇവിടെ കബോർഡ് വർക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാത്റൂമിലേക്കുള്ള ഡോർ മറക്കുന്നതിനായി ഒരു പ്രത്യേക ഡിസൈൻ വർക്കൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. പ്രീമിയം ലെവലിൽ തന്നെയാണ് ബാത്റൂം വർക്കെല്ലാം ബിൽഡർ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്ന ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയർവേക്ക് താഴെയായി ഇൻഡോർ പ്ലാന്റ്സും പെബിൾസ് ഒക്കെ സെറ്റ് ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ സ്റ്റെയറുകളാണ് ബിൽഡർ ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർവേ കയറി പോയിരുന്ന വാളിനായി നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചുള്ള മനോഹരമായൊരു ഡിസൈൻ വർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ല ഭംഗിയുള്ള ഒരു ഷാൻലിയറും ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ വിശാലമായ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഡേ ടൈമിൽ നല്ല പോലെ തന്നെ പ്രകാശം അകത്തേക്ക് വരുന്ന രീതിയിലാണ് മുഴുവനായി ഈ വീടിന്റെ വെന്റിലേഷനുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി ബാൽക്കണി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയും പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ സ്റ്റഡി ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു സ്റ്റഡി ഏരിയയോ ഓഫീസ് സ്പേസായോ അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി ഏരിയയോ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു വർക്കിംഗ് ടേബിളും ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതേ ഡിസൈൻ തന്നെ കൊടുത്താണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഇവിടെ ഒരു ബാൽക്കണി കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. GI ട്യൂബ് പുറമെ കവർ ചെയ്ത് വളരെ സേഫ്റ്റിയോടെ തന്നെയാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ഇവിടെ 4 പാളികളുള്ള ഒരു വലിയ വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നതും. മുഴുവനായി പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ വീടിന്റെ പണിക്കായി ഉടനീളം യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം വിശാലമായൊരു ബെഡ്റൂം തന്നെയാണ് നാലാമത്തേതും. 3 പാളികളുള്ള ഒരു വലിയ വാർഡ്രോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന് കൂടിയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനമായി ഈ വീടിന്റെ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. റൂമിൽ നിന്നും ലിവിംഗ് ഏരിയയിൽ നിന്നും ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വീടിന്റെ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഫ്രണ്ടേജ് മുഴുവനായി തന്നെ നമുക്ക് ബാൽക്കണിയായി ലഭിക്കുന്നുണ്ട്. കൂടാതെ ബാൽക്കണിക്ക് ചുറ്റുഭാഗവും വളരെ മനോഹരമായി തന്നെ ഗാർഡൻ വർക്കുകൾ ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിക്കകത്ത് തന്നെ പ്രത്യേകമായി ഒരു ഏരിയ നൽകി അവിടെ പ്ലാന്റ് കൊടുത്ത് സ്കൈലൈറ്റും വെച്ചിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 6.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 3250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ ഗംഭീര വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന വില 2,48 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോൺ അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനോ ആയി നിങ്ങൾക്ക് ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.